വെൽക്കം ടു യശോദ എജു പ്ലാറ്റ്ഫോം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. ആദ്യം തന്നെ എന്താണ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിലൂടെ ഹീറ്റോ ഇലക്ട്രിസിറ്റിയോ പാസ് ചെയ്യാനുള്ള അതിന്റെ കഴിവിനെ പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് സിഗ്മയാണ്. ദിസ് വൺ, സിഗ്മ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് പെർ മീറ്റർ ആണ്. സീമെൻസ് പെർ മീറ്റർ. ഇനി എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെയാണ്. എന്തെങ്കിലും ഒരു തടസ്സം, അതായത് ഈ ഹീറ്റിന്റെയോ ഇലക്ട്രിസിറ്റിയോ പാസ് ചെയ്യിക്കാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ പാർഷ്യലി പാസ് ചെയ്യിക്കുന്ന അവസ്ഥയാണ് റെസിസ്റ്റിവിറ്റി, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദി സിമ്പൽ റോ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. അപ്പോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. മൂന്നായിട്ട് തരംതിരിക്കാം: മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. മെറ്റൽസിന്റെ ഇതെന്താണെന്ന് നോക്കാം. ദേ പോസസ് വെരി ലോ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഓർ ഹൈ കണ്ടക്ടിവിറ്റി. അതായത് ഇത് മെറ്റൽസ് പ്യുവർ കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. അവര് ഹൈ കണ്ടക്ടിവിറ്റി ആയിരിക്കും, ഇലക്ട്രിസിറ്റിയും ഹീറ്റും നന്നായിട്ട് പാസ് ചെയ്യും. അതേസമയം റെസിസ്റ്റിവിറ്റി, അതായത് ഇതിനുള്ള തടസ്സം എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ അതിന്റെ ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ച് merely equal to 10 power minus 2 to 10 power minus 8 ഓം മീറ്റർ. വളരെ കുറവാണ് അല്ലെ. റോ എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റി. മെറ്റൽസിന് 10⁻² to 10⁸ സീമെൻസ് പെർ മീറ്റർ ആണ് അല്ലെ. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ മെറ്റൽസിനും ഇൻസുലേറ്റേഴ്സിനും ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. They have resistivity or conductivity intermediate to metals and insulators. അതാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും താഴെ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി എത്രയാണ്? 10⁻⁻5 to 10⁻6 ആണ് അതിന്റെ റേഞ്ച് വരുന്നത്, ഓം മീറ്റർ. നെക്സ്റ്റ് കണ്ടക്ടിവിറ്റി എത്രയാണ്? 10⁻5 to 10⁻6 സീമെൻസ് പെർ മീറ്റർ ആണ് വരുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തീരെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, അതായത് ഹീറ്റിനെയും പിന്നെ ഇലക്ട്രിസിറ്റിയെയും അത് തീരെ പാസ് ചെയ്യിക്കത്തില്ല, തടസ്സപ്പെടുത്തി വെച്ചിരിക്കും. ദേ ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ എന്താണ്, അതുകൊണ്ട് തന്നെ ലോ കണ്ടക്ടിവിറ്റിയും ആയിരിക്കും. സോ അതിന്റെ റോ വാല്യൂ എത്രയാണ്? 10⁻11 to 10⁻19 ഓം മീറ്റർ ആണ്. സിഗ്മ വാല്യൂ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, merely equal to 10⁻11 to 10⁻19 സീമെൻസ് പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എനർജി ബാൻഡ്സ്. എനർജി ബാൻഡ്സിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാവും? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ആദ്യത്തെ രണ്ട് ഫിഗറും കണ്ടക്ടേഴ്സിനെ പറ്റി പറയുന്നതാണ്. നോക്കാം. രണ്ട് ബാൻഡ് ഉണ്ട് അല്ലെ, വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. നമ്മൾ എങ്ങനെയാണ് വാലൻസി പറയുന്നത്? ഒരു ആറ്റത്തിന്റെ വാലൻസി ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിലെ എണ്ണത്തിന്റെ വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ വാലൻസി പറയുന്നത് അല്ലെ. സോ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണം. അതായത് ഇലക്ട്രോൺസ് റിലീസ് ആവണം, ഫ്രീ ആവണം, എന്നാൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ സാധ്യമാവത്തുള്ളൂ അല്ലെ. സോ അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇതിനിടയ്ക്ക് ഈ രണ്ട് ബാൻഡ്സിന് ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത്രയും അറിഞ്ഞിരിക്കുക. ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൽ എങ്ങനെയായിരിക്കും? തീരെ കാണത്തില്ല, അതായത് ഓവർലാപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. therefore കണ്ടക്ടേഴ്സ് നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയും ഹീറ്റും പാസ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്? ഇൻസുലേറ്റേഴ്സ്. ഫിഗർ ബി ഒന്ന് നോക്കിക്കോളൂ. ഫിഗർ ബിയില് എനർജി ഗ്യാപ്പ് കണ്ടോ? വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് ഇവിടെ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റത്തില്ല. therefore there is no electron in the valence band. എന്തുകൊണ്ടാണ്? എനർജി ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട്. സെമി കണ്ടക്ടേഴ്സിലോ, at room temperature some electron can move from
വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് എന്നാണ്. അവിടുത്തെ എനർജി ഗ്യാപ്പ് എത്രയാണ്? എനർജി ഗ്യാപ്പ് ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും? അതായത് ഡോപ്പിംഗ് എന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചില ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ് അല്ലേ? സോ ഒരു സെമി കണ്ടക്ടർ അതിന്റെ പ്യുവർ ഫോമിലാണ് ഇരിപ്പുള്ളതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ജെർമേനിയം, സിലിക്കൺ എക്സെട്ര. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അതിനകത്ത് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും അല്ലേ? വേറെ അന്യപദാർത്ഥങ്ങൾ ആഡ് ചെയ്ത് ഇംപ്യൂർ ആവും. സോ അത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അത്തരം സെമി കണ്ടക്ടേഴ്സിനെ പറഞ്ഞ പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, രണ്ട് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്തായിരിക്കാം നമ്മൾ ചേർക്കുന്നത്? ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആവും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ചേർക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ചേർക്കുമ്പോൾ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് എൻ ടൈപ്പിൽ ധാരാളമായിട്ട് കിട്ടും. അങ്ങനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താവും? ഇലക്ട്രോൺസ് ആവും. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? ആഴ്സനിക്, ആന്റിമണി, ഫോസ്ഫറസ് എക്സെട്ര. പി ടൈപ്പ് സെമി കണ്ടക്ടറിലാണെങ്കിലോ നമ്മളിവിടെ ഡോപ്പ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ചിട്ടാണ്. ഓക്കെ. ലൈക്ക് എന്തൊക്കെയാണ്? അലുമിനിയം, ബോറോൺ എക്സെട്ര. ഓക്കെ. സോ എൻ ടൈപ്പില് പെന്റാവാലന്റ് ആറ്റം വെച്ചിട്ട് ഡോപ്പ് ചെയ്യുന്നു. പി ടൈപ്പില് ട്രൈവാലന്റ്. ട്രൈവാലന്റ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് കിട്ടുന്നത്? ഹോൾസ് കിട്ടും അല്ലെ? ഹോൾസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇത്രയും മനസ്സിലാക്കി വരിക. നെക്സ്റ്റ് ഇതിന്റെ ഒരു കോമ്പിനേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. പി എൻ ജംഗ്ഷൻ ഡയോഡ്. എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്? അതായത് നമ്മളൊരു ക്രിസ്റ്റൽ എടുക്കുന്നു അല്ലെ? ജെർമേനിയത്തിന്റെയോ സിലിക്കണിന്റെയോ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ട് അതിന്റെ ഒരു സൈഡ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ വെച്ചു പി ടൈപ്പും മറ്റേ സൈഡ് എൻ ടൈപ്പുമായിട്ട് ഡോപ്പ് ചെയ്യുന്നു. ഓക്കെ. അതായത് പി ടൈപ്പിലെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി, നമ്മൾ അക്സെപ്റ്റർ ഡോണർ, ഇത് എന്തിന്റെ ബേസിലാണ് പറയുന്നത്? ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡോണർ എന്നും പറയാം. ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് എന്ത് പറയാം? അക്സെപ്റ്റേഴ്സ് എന്നും പറയാം. അപ്പൊ നമ്മൾ ഈ ക്രിസ്റ്റലില് സെമി കണ്ടക്ടർ ക്രിസ്റ്റലില് ഒരു സൈഡ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി വെച്ചും ഡോപ്പ് ചെയ്യുന്നു, മറ്റേ സൈഡ് എന്താണ്? ഡോണർ ഇമ്പ്യൂരിറ്റി വെച്ചിട്ടും ഡോപ്പ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് കിട്ടുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എൻ സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണല്ലോ. സോ ഇവിടെ നിന്ന് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് വിച്ച് ഈസ് ഇൻ പോസിറ്റീവ് ചാർജ്, ഇവർ രണ്ടുപേരും തമ്മിൽ തുടക്കത്തിൽ കമ്പൈൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ സെന്ററിൽ ഒരു റീജിയൻ ഫോം ചെയ്യും. പോസിറ്റീവ് അയോൺസിന്റെയും നെഗറ്റീവ് അയോൺസിന്റെയും ഒരു നേർത്ത ലെയർ ഫോം ചെയ്യാൻ തുടങ്ങും. അതാണ് ഡിപ്ലീഷൻ റീജിയൻ. അതായത് തുടക്കത്തിൽ നമുക്ക് വരുന്ന കറണ്ട് എന്താണ്? ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കൊണ്ടും ഹോൾ ഡിഫ്യൂഷൻ കൊണ്ടുമാണ് നമുക്ക് ഇതിനകത്ത് ഒരു കറണ്ട് പാസ് ചെയ്യുന്നത്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഈ നെഗറ്റീവ് അയോൺസ് തടസ്സപ്പെടുത്തും, റിപ്പൽ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഹോൾസിന്റെ മൂവ്മെന്റ് നമ്മുടെ ഈ പോസിറ്റീവ് ഈ ലെയർ ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള പോസിറ്റീവ് അയോൺസ് റിപ്പൽ ചെയ്യിപ്പിക്കും. സോ അങ്ങനെ ഡിഫ്യൂഷൻ കറണ്ട് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് മൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള കറണ്ടാണ് അടുത്ത് വരുന്നത് ഇവിടെ. അതായത് ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? പി ടൈപ്പിലെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാനും തുടങ്ങും. എൻ ടൈപ്പിലെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമുക്കൊരു ഡ്രിഫ്റ്റ് കറണ്ട് കിട്ടുന്നുണ്ട് അവിടെ. ഓക്കെ. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഈ ഡിപ്ലീഷൻ റീജിയൻ നമുക്ക് പൊട്ടൻഷ്യൽ ബാരിയർ എന്നും പറയാം. ഇത് ഇമ്മൊബൈൽ ആണ്, ഇത് ഇവിടെ മൂവ്മെന്റ് ബുദ്ധിമുട്ടാണ്. ഓക്കെ. എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് അണ്ടർ ഫോർവേഡ് ബയാസ്? ഒന്നുമില്ല, സിമ്പിൾ.
നമ്മളൊരു പി എൻ ജംഗ്ഷൻ എടുക്കുന്നു. അതിന്റെ രണ്ട് സൈഡിലും എന്താണ് മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ട് ഈ പ്ലേറ്റ് പി പി പോർഷൻ എന്തുമായിട്ട് ഒരു സെല്ലിന്റെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു. പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. എൻ സൈഡ് എവിടെ കണക്ട് ചെയ്യുന്നു? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വെച്ചു എന്ന് വെച്ചാല് ഈ ബാറ്ററിയിൽ നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യൽ കാരണം ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ കാരണം ഇലക്ട്രോൺസ് സെന്ററിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ആസ് എ റിസൾട്ട് ദ വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലേഷൻ റീജിയൻ എന്താവും? കുറയും അല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ ബാരിയറും കുറയും. അങ്ങനെ ഈ ഡയോഡിനകത്ത് ഒരു ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ ഉണ്ടാവും. ഇതാണ് ഫോർവേഡ് ബയാസ് കണ്ടീഷൻ. ഇവിടെ ഇലക്ട്രിക് കറന്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ദ ഫ്ലോ ഇൻ ദി ജംഗ്ഷൻ ഈസ് ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ. ഇനി നോക്കുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് അണ്ടർ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൽ സിമ്പിൾ ആണ്. ആ ബാറ്ററി എടുത്തങ്ങ് തിരിച്ചു വെച്ചാൽ മതി. പി പോർഷൻ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നു? ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും എൻ എന്ന് പറയുന്നത് ഏതുമായിട്ട് കണക്ട് ചെയ്യും? എൻ റീജിയൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങനെ വരുന്നു. ഇവിടെയുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഹോൾസ് ആണല്ലേ. ഈ ഹോൾസ് അത്ര ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ നോക്കി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡിപ്ലീഷൻ റീജിയൻ അഥവാ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ആവും. അങ്ങനെ എന്ത് സംഭവിക്കും? ഈ ഡയോഡിനകത്ത് കറണ്ട് ഫ്ലോ നടക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ തീരെ കുറഞ്ഞ രീതിക്കേ നടക്കത്തുള്ളൂ. സോ ഇതിനകത്ത് വരുന്ന കറണ്ട് ഇല്ലാന്ന് തന്നെ പറയാം. എങ്കിലും ചെറിയ രീതിയിൽ തുടക്കത്തിൽ വരുന്ന കറണ്ടിന്റെ റീസൺ എന്താണ്? ദ ഫ്ലോ ഇൻ ദ ജംഗ്ഷൻ ഈസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇതാണ് ഫോർവേഡ് ബയാസിൻ്റെത്. ഈ ഗ്രാഫാണ് റിവേഴ്സ് ബയാസിൻ്റെത്. ഈ റിവേഴ്സ് ബയാസിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ്ങിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതൊരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തിയതിനു ശേഷവും നമ്മൾ കണ്ടിന്യൂസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തും. ദാറ്റ് ഈസ് നോൺ ആസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് കറണ്ട് പെട്ടെന്ന് അങ്ങ് ഇൻക്രീസ് ആവും, സഡൻ ആയിട്ട് ഇൻക്രീസ് ആവും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഡയോഡ് ഡാമേജ് ആവും. ഓക്കെ. റിവേഴ്സ് ബയാസിൽ നോക്കിക്കോ, സ്റ്റാർട്ടിങ്ങിൽ കറണ്ട് തീരെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഓൾമോസ്റ്റ് 0.6 ഒക്കെ ആയപ്പോ, ഇത് ക്രിസ്റ്റലിനനുസരിച്ച് മാറും. ജെർമേനിയം സിലിക്കണിനൊക്കെ പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ആ വോൾട്ടേജിന് പറയുന്ന പേരാണ് ത്രെഷോൾഡ് വോൾട്ടേജ്. ആ ഒരു ത്രെഷോൾഡ് വോൾട്ടേജിൽ എത്തുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഗ്രാഫ് വരുന്നത്. ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് എന്താണ്? റെക്ടിഫയർ അല്ലെ. എന്തിനാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്? എ സിയെ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? റെക്ടിഫിക്കേഷൻ. രണ്ട് റെക്ടിഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ, നെക്സ്റ്റ് വൺ ഫുൾ വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഡയോഡാണ് നമ്മൾ ഈ സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ട്രാൻസ്ഫോമറിന്റെ ഇതാണ്. അതായത് ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ. വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന് ഒരു പ്രൈമറി കോയിൽ ഉണ്ടാവും, സെക്കൻഡറി കോയിൽ ഉണ്ടാവും, ഇടയ്ക്ക് കോർ റീജിയൻ ഉണ്ട്. സെക്കൻഡറിയിൽ നിന്ന് ഒരു ടെർമിനൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡയോഡിന്റെ ഈ ട്രയാങ്കിൾ സിമ്പിൾ ആണിത്. ഈ ട്രയാങ്കിൾ പോർഷൻ പോസിറ്റീവും ഈ സ്ട്രെയിറ്റ് ലൈൻ പോലെ വരുന്നത് നെഗറ്റീവ് ടെർമിനലും ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ഒരു വേവ് അല്ലെ. അതിനൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ എ സി പാസ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്നത് ഫോർവേഡ് ബയാസ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്.
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അവിടെ എന്ത് സംഭവിക്കും? ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. വീണ്ടും പോസിറ്റീവ് സൈഡ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ഉണ്ട്. കറണ്ട് ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി അല്ലേ? സോ ഇങ്ങനെയാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. അടുത്തത് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൽ എങ്ങനെയാണ്? രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹാഫ് വേവിൽ നമ്മൾ സിംഗിൾ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡയോഡ് D1 ആൻഡ് ഡയോഡ് D2 യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് ഇവിടെ. ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് AC, A is positive and B is negative. അതായത് ഈ ഭാഗം A is positive and B is negative. ആ സമയം ഡയോഡ് D1 എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഇതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതേസമയം ഡയോഡ് D2 എന്തായിരിക്കും? റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും. ഈ ഡയോഡ് D2 എന്ത് ചെയ്യത്തില്ല? കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോ ഈ D1ൽ നിന്ന് ഇലക്ട്രിസിറ്റി ഇങ്ങനെ വന്ന് ഈ ലോഡിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ദിസ് വൺ ഡ്യൂ ടു D1. അടുത്ത്, ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC, P ഈസ് പോസിറ്റീവ്. P എന്താവും? പോസിറ്റീവ് ആവും. A എന്താവും? നെഗറ്റീവ് ആവും. അപ്പോ D2 എന്ത് ചെയ്യത്തില്ല? D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഈ വേവ്. ഇങ്ങനെ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, D1 ഫോർവേഡ് ബയാസ് ആയിരിക്കുമ്പോൾ D2 റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും. തിരിച്ച് D2 ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കുമ്പോൾ D1 റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും. ഇതാണ് ഫുൾ വേവ് റെക്ടിഫയർ. LED എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസ്. അത് വർക്ക് ചെയ്യുന്നത് ഫോർവേഡ് ബയാസ് മോഡിലാണ്. അതിനകത്ത് ലൈറ്റ് എമിഷൻ സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ്റെ റിസൾട്ടായിട്ടാണ് LEDസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ് ഫോം ചെയ്യുന്നത്. കളർ വേരിയേഷൻ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് LEDസ് അതിൻ്റെ കറസ്പോണ്ടിങ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനറലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫേറ്റ്, അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹെവിലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു PN ജംഗ്ഷൻ ഡയോഡാണ് LEDs എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കേണ്ടത് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലൈറ്റ് ഡിറ്റക്റ്റിംഗ് ഡിവൈസാണ്. LEDs ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഡിറ്റക്റ്റിംഗ് ഡിവൈസാണ്. LEDs ഫോർവേഡ് ബയാസ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ഡയോഡ്സ് എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് മോഡിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് വിൻഡോയിൽ ഡിപ്ലീഷൻ റീജിയൻ അടുത്തുള്ള ട്രാൻസ്പാരൻറ്റ് വിൻഡോയിലോട്ട് നമ്മൾ ഫോട്ടോൺസ്, അതായത് ലൈറ്റിനെ കടത്തിവിടുന്നു. സോ അത് ചെന്ന് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഫോട്ടോ ഡയോഡ്സിനകത്ത് ചെയ്യുന്നത്. നമുക്ക് ഫോട്ടോ ഡയോഡ്സ് യൂസ് ചെയ്തിട്ട് എന്താണ്? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, സെനർ ഡയോഡ്. സെനർ ഡയോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യലി ഡിസൈൻഡ് ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡാണ്. ഇത് വർക്ക് ചെയ്യുന്നത് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ്, അതായത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ എന്തുണ്ടാവും? ഒരു ചെറിയ വളരെ സ്മോൾ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഒരു ഫോംസ് എ സാച്ചുറേഷൻ കറണ്ട്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കറണ്ടാണ്. അതൊരു പർട്ടിക്കുലർ വോൾട്ടേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ കറണ്ടിൻ്റെ വാല്യൂ റാപ്പിഡായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ അവിടെ കിട്ടുന്ന ആ വോൾട്ടേജാണ് എന്ത്? സെനർ വോൾട്ടേജ്. സോ അതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സായിട്ട് സെനർ ഡയോഡ്. Yeshuda 80 platform
a complete education channel for cracking competitive exams for your dream career in life science field as well as Kerala PSC exams. Please like, share and subscribe for more videos.